കൊല്ലം പട്ടത്താനം സന്തോഷ് വധക്കേസിൽ ഡിവൈഎഫ്ഐ നേതാവായിരുന്ന രണ്ടാം പ്രതി കാളി സജീവ് കുറ്റക്കാരനാണെന്ന് കോടതി. ജില്ലാ ഫോർത്ത് അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. 1997 നവംബർ 24-നായിരുന്നു RSS മണ്ഡൽ സേവാ പ്രമുഖായിരുന്ന സന്തോഷ് കൊല്ലപ്പെട്ടത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് മനോജ് ചേരുന്നു. മനോജ്, 28 വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതകം. ഇന്നാണ് ആ കേസിൽ ഉൾപ്പെട്ട രണ്ടാം പ്രതിയെ ശിക്ഷിച്ചത്. എത്ര പ്രതികൾ ഈ കേസിൽ ഉണ്ട്? മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ MLA CPM നേതാവ് കൂടിയായ നൗഷാദും ഈ കേസിൽ പ്രതിയാണ്. പക്ഷേ അദ്ദേഹം ചില സാങ്കേതിക കാരണങ്ങൾ നിരത്തി ഹൈക്കോടതിയെ സമീപിച്ചു. തൽക്കാലം അദ്ദേഹത്തെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ മനോജ്? തീർച്ചയായും അനന്തമ്പ്യാർ, കേസിൽ രണ്ടാം പ്രതിയും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ നേതാവുമായിരുന്ന കാളി സജീവിനെയാണ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഇയാളുടെ ശിക്ഷ നാളെ കോടതി വിധിക്കും. ഈ കേസിൽ ആകെ 7 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള കൊഞ്ച് സജീവ്, അതോടൊപ്പം തന്നെ മറ്റു പ്രതികളായ അനിൽകുമാർ, കുറ്റിച്ചിറ ഗോപി, പ്രമോദ് എന്നിവരെയൊക്കെ തന്നെ നേരത്തെ കോടതി ശിക്ഷിച്ചിരുന്നു. നേരത്തെ അനന്തമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ MLA ആയിട്ടുള്ള നൗഷാദിനെ കേസിൽ 5-ാം പ്രതിയായി ജില്ലാ കോടതി മുൻപ് പ്രതി ചേർത്തിരുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ ഇത്തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിരത്തി അപ്പീൽ നൽകിയതിന് ശേഷമാണ് ഈ പട്ടികയിൽ നിന്നും നൗഷാദും ഒപ്പം കൂടെ ഉണ്ടായിരുന്ന അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തിയും ഒഴിവായത്. ഈ നൗഷാദ് ആ സമയം വാർഡ് മെമ്പർ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന അനിൽകുമാറും ഇത്തരത്തിൽ വാർഡ് മെമ്പർ ആയിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഈ 7 പ്രതികളിൽ ചില പ്രതികളെ നേരത്തെ ശിക്ഷിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രതിയെ കേസിൽ വെറുതെ വിട്ടിരുന്നു. അതായത് 4-ാം പ്രതിയായിട്ടുള്ള സന്തോഷിനെ കോടതി വെറുതെ വിട്ടിരുന്നു. 7-ാം പ്രതിയായിട്ടുള്ള ജയപ്രകാശ് മരിച്ചുപോയതുമായാണ് വിവരം. എന്തായാലും ഈ കൊലപാതകം നടക്കുന്നത് 1997 നവംബർ 24-ന് ഒരു രാത്രിയിലാണ്. ശാഖ കഴിഞ്ഞ് സൈക്കിളിൽ ചെമ്മാൻമുക്കിലേക്ക് പോകുമ്പോൾ കാർ ഇടിച്ച് വീഴ്ത്തിയ ശേഷമാണ് ഈ സന്തോഷിനെ പ്രതികൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ വിചാരണ നടക്കുമ്പോൾ ഈ 2-ാം പ്രതിയായിട്ടുള്ള കാളി സജീവ് ഒളിവിലായിരുന്നു. പിന്നീടാണ് ഇയാൾ പിടിയിലാകുന്നത്. എന്തായാലും കാളി സജീവ് കുറ്റക്കാരനാണെന്ന് ജില്ലാ ഫോർത്ത് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി സുഭാഷ് ആണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ പ്രതി ചേർക്കപ്പെട്ട പലരും അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിലൊക്കെ തന്നെയായിരുന്നു ഈ MLA അടക്കം ഉൾപ്പെട്ടിരുന്നത്. എന്തായാലും ഈ കേസിൽ 2-ാം പ്രതിയുടെ ശിക്ഷ നാളെ കോടതി വിധിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ്, അതായത് 28 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അതിനുശേഷം ഇത്രയും വർഷം കഴിയുമ്പോഴാണ് ഇതിൽ ഇപ്പോൾ 2-ാം പ്രതിയുടെ ശിക്ഷ വിധിക്കാൻ പോകുന്നതും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഇപ്പോൾ ജനപ്രതിനിധികളായിട്ടുള്ള പലരും ഈ കേസിലെ പ്രതികളായിരുന്നു എന്നുള്ളതാണ്. അവരൊക്കെ പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ അപ്പീലിന്മേലാണ് ഈ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവായിട്ടുള്ളത്. ഈ ശാഖ കഴിഞ്ഞു പോകുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നതും ഈ കൊലപ്പെടുത്തുന്നതും. ഈ കേസിലാണ് ഇപ്പോൾ ഈ പട്ടത്താനം സന്തോഷ് വധക്കേസിലാണ് ഈ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. കൊല്ലം പട്ടത്താനം സന്തോഷ് വധക്കേസിൽ ഡിവൈഎഫ്ഐ നേതാവായിരുന്ന 2-ാം പ്രതി കാളി സജീവ് കുറ്റക്കാരനെന്ന് കോടതി. ജില്ലാ ഫോർത്ത് അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. 1997 നവംബർ 24-നായിരുന്നു RSS മണ്ഡൽ സേവാ പ്രമുഖായിരുന്ന സന്തോഷ് കൊല്ലപ്പെട്ടത്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.